അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനൊമ്പരങ്ങളും എന്നൊക്കെ അപർണനീയവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ്. കർത്താവെ, ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, മക്കളെ നീ സോച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠനങ്ങളെ കുറച്ചുകൂടെ പരീക്ഷ തീരാൻ പോകുന്നു, കുറച്ചുപേര് വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നു. കർത്താവെ, എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവെ എങ്ങനെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവല്ല, അവർക്ക് അനുതാപവും അച്ചാത്തവും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ, ഞങ്ങൾ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട്. അവരെ നീ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പിടി മണ്ണില്ലാത്തവർ, ഒരു കൂര കുത്താൻ ഇടമില്ലാത്തവരുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് വാടകയ്ക്ക് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്ന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഈശോയെ. അത് പോലീസ് വഴക്കം കേസൊക്കെ ആയിട്ട് മാറുന്നുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് പല സങ്കടങ്ങളിൽ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസീവ്നെസ് പോലെയുള്ള അനീതി അക്രമങ്ങളും നടക്കുന്നുണ്ട് ഈശോയെ. ബലഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈശോയെ. കർത്താവ് ഇന്ന് ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈശോയെ. ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിൽ പുതുതായിട്ട് കർത്താവ് ഉത്തമ ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഈശോയെ. തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഈശോയെ. ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവ് അടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഈശോയെ. പക്ഷേ ചെയ്താൽ വിജയിക്കുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിഷയത്തിനും വരും കർത്താവെ. അങ്ങ് തന്നെ ഇടപെട്ടവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് രോഗികൾ ആശുപത്രി കിടക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള FNAC ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഈശോയെ. അവരൊരു കാരണവശാലും കർത്താവ് പോസിറ്റീവ് ആകല്ലേ, നെഗറ്റീവ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ബൈസ്റ്റാൻഡർ അവിടെ കൂടെ പോകുന്ന പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷൻ്റെ കാശ് പോലും തങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഈശോയെ. വലിയ സാമ്പത്തിക ബാധ്യതകളിൽ കുരുങ്ങിയിട്ട് കർത്താവ് അതിനുവേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതിനുവേണ്ടി ഒരു പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഇപ്പോൾ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും, നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്ന് വൈകുന്നേരത്തിലുള്ള അറിയാൻ കഴിയുമെന്ന് പറയുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടാൻ ഇടയാക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. എൻ്റെ